എന്തുകൊണ്ടാണ് സ്ത്രീകൾ നിർബന്ധമായും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണമെന്ന് പറയുന്നത്? ശരിക്കും 1/3 സ്ത്രീക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അസുഖം വരുന്നുണ്ട്. ഇത് 60% കുറയ്ക്കാൻ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നതോടുകൂടി സാധിക്കും. അതുപോലെ തന്നെ അവരുടെ റെസ്റ്റിംഗ് മെറ്റബോളിസം, അതായത് വെറുതെ ഇരിക്കുന്ന സമയത്തും അവരുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത് 7 to 10% ഇംപ്രൂവ് ചെയ്യുകയും അതുവഴി അവർക്കുണ്ടാകുന്ന PCOS, PCOD പോലുള്ള പ്രശ്നങ്ങളും ടെൻഷൻ, സ്ട്രെസ്, മെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡിയോ എഫിഷ്യൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സ്ട്രെങ്ത് ട്രെയിൻ ചെയ്യുന്ന ആൾക്ക് സാധാരണ ഒരു കാർഡിയോ വർക്കുകൾ മാത്രം, അതായത് വാക്കിങ്ങോ അതുപോലുള്ള കണ്ടിന്യൂസ് വ്യായാമങ്ങൾ ചെയ്യുന്ന ആളുകളെ അപേക്ഷിച്ച് വളരെയധികം സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അവർക്ക് അസുഖം വരാനുള്ള സാധ്യത കുറവുമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുകയും ടൈപ്പ് 2 ഡയബറ്റിക്സിനെ അത് ഒരുപാട് കുറയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ